സംസ്ഥാനത്ത് ആശങ്കയായി എലിപ്പനി. മൂന്നാഴ്ചക്കിടെ 27 പേർ എലിപ്പനി പിടിപെട്ട് മരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. 500-ലധികം പേർക്കാണ് ഈ മാസം മാത്രം എലിപ്പനി സ്ഥിരീകരിച്ചത്. 50 വയസ്സിലധികം പ്രായമുള്ളവരാണ് മരിക്കുന്നവരിൽ അധികമെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, ഓരോ ഘട്ടത്തിലും ആശങ്കയായ ഓരോ രോഗങ്ങളാണ്. ഇടക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പേരിലാണ് പേടിച്ചിരുന്നതെങ്കിൽ എലിപ്പനി ബാധ അതും വ്യാപകമായി കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളിൽ അത് പടർന്നു പിടിക്കുന്നുണ്ട്. അധികവും മരണക്കണക്കുകളൊക്കെ വരുന്നതും അവരിൽ നിന്നാണ് എന്നുള്ളതൊക്കെ ആശങ്കയുണ്ടാക്കുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകളൊക്കെ ആരോഗ്യവകുപ്പ് എടുക്കുന്നു? നിലവിൽ വരുന്ന കണക്കുകൾ എന്തൊക്കെയാണ് ഷിജോ? ജിൽസി, നമുക്ക് ആദ്യം തന്നെ ഈ കണക്കുകളാണ് പരിശോധിക്കേണ്ടത്. കഴിഞ്ഞ 9 മാസത്തിനിടെ സംസ്ഥാനത്ത്, അതായത് ജനുവരി 1 മുതൽ സെപ്റ്റംബർ 22 വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 153 പേർക്കാണ് എലിപ്പനി ബാധിച്ച് ജീവൻ നഷ്ടമായത്. അതായത് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളാണ്. ഈ 153 പേരുടെയും മരണം എലിപ്പനി മൂലമാണ് എന്ന് ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് 121 പേരുടെ മരണം എലിപ്പനി മൂലമാണെന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ 9 മാസത്തിനിടയിലുള്ള കണക്കാണ്. അങ്ങനെ സംസ്ഥാനത്ത് 2413 പേർക്ക് ഇതുവരെ സെപ്റ്റംബർ മാസം വരെ ഈ വർഷം സ്ഥിരീകരിച്ചത് 2413 പേർക്കാണ് ഈ എലിപ്പനി സ്ഥിരീകരിച്ചത്. 1612 പേർക്ക് ഈ രോഗം ആണെന്ന് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വലിയ തരത്തിലാണ് ആശങ്കപ്പെടുത്തുന്നത്. ഒരു കഴിഞ്ഞ കുറെ കാലമായിട്ട് എലിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ട്. കാരണം പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ എലിപ്പനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ മഴക്കാലം കഴിഞ്ഞ് ആ രീതിയിലേക്ക് സാധാരണഗതിയിലേക്ക് ജനജീവിതം മാറിയിട്ടും ഈ എലിപ്പനി പടർന്നു പിടിക്കുന്നതിൽ കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ചികിത്സ തേടുന്നവരെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ മാസം മാത്രം 287 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു. എലിപ്പനി 287 പേർക്ക് സ്ഥിരീകരിച്ചപ്പോൾ 27 പേരുടെ ജീവനാണ് ഈ മാസം എലിപ്പനി കവർന്നെടുത്തത്. അതോടൊപ്പം തന്നെയാണ് 232 പേർക്ക് ഈ രോഗം വന്ന് ചികിത്സ തേടിയപ്പോൾ അവർക്ക് എലിപ്പനിയാണുള്ള സംശയവും ഈ മാസം ഉണ്ടായിട്ടുണ്ട്. 25 പേർ മരിച്ചതും എലിപ്പനി മൂലമാണെന്ന് സംശയിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഈ മാസം മാത്രം 500-ലധികം എലിപ്പനി രോഗികൾ ഉണ്ടാകുന്നു. 50-ലധികം മരണം ഈ മാസം ഉണ്ടാകുന്നു. അങ്ങനെ അങ്ങേയറ്റം ആശങ്കപ്പെടുന്ന തരത്തിലേക്കാണ് എലിപ്പനി വ്യാപനം പോകുന്നത്. പ്രത്യേകിച്ച് ഈ മലിനമായ വെള്ളത്തിൽ ഇറങ്ങിയാൽ ഈ മണ്ണിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവിടെയൊക്കെ ഈ എലിമൂത്രം മാസങ്ങളോളം അങ്ങനെ കിടക്കും. അവിടെ ഈ എലിമൂത്രത്തിലെ ബാക്ടീരിയ മാസങ്ങളോളം ഈ മണ്ണിലും വെള്ളത്തിലുമായിട്ട് കിടക്കും. അവിടെ ഇറങ്ങുന്ന ആളുകളിൽ നിന്നാണ് ബാക്ടീരിയ ശരീരത്തിലേക്ക് കയറി അതികഠിനമായിട്ടുള്ള പനി, തലവേദന, തൊണ്ടവേദന, ശരീരവേദന, കണ്ണിന് ചുവപ്പ് നിറം ഉണ്ടാകുക, അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും എലിപ്പനിയെ കരുതിയിരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് എലിപ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിൽ പുറത്തു വരുന്നത്.